ഇപ്പോൾ NDA സംസ്ഥാന നേതൃയോഗം ചേർത്തലയിൽ തുടങ്ങിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യത്തെ NDA യോഗം കൂടിയാണിത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും. BJPയുടെ സംഘടനാ സംവിധാനത്തിൽ അടിമുടി ഒരു പുതിയ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം ഉണ്ടായതിനു ശേഷമുള്ള സമീപനം എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം ഇപ്പോൾ നടത്തിയിരുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരും. രഘുനാഥ്, നേതൃയോഗം സമാപിച്ചു കഴിഞ്ഞിരിക്കുന്നുവോ? എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ സംസാരിക്കുന്നുണ്ടാകും? നേരത്തെ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ NDA യോഗമാണ്. പ്രധാനമായും ഘടകകക്ഷി നേതാക്കളെ പരിചയപ്പെടുക, ഒപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക. BDJS അടക്കമുള്ള പാർട്ടികൾക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പല ബോർഡ് കോർപ്പറേഷനുകൾ ഉൾപ്പെടെ വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള പരാതി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഒപ്പം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നണിയെ സജ്ജമാക്കുക എന്നീ രണ്ട് ലക്ഷ്യങ്ങളാണ് NDA നേതൃയോഗത്തിനുള്ളത്. ഉച്ചയ്ക്ക് 2:30 ചേർത്തലയിലെ ട്രാവൻകൂർ പാലസ് ഹോട്ടലിലാണ് നേതൃയോഗം ചേർന്നത്. BJP നേതാക്കൾക്ക് പുറമെ BDJS, LJP തുടങ്ങിയ ചെറിയ ഘടകകക്ഷികളുടെ നേതാക്കളടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം യോഗം നീണ്ടു. അല്പസമയത്തിനകം ഈ യോഗത്തിന്റെ തീരുമാനങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വാർത്താസമ്മേളനം നടത്തി അറിയിക്കും. ശരി, വാർത്താസമ്മേളനം